നടനും സംവിധായകനുമായ സലീം കുമാർ തൻ്റെ ജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിൽ ചെറുപ്പകാലത്ത് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന ദാരിദ്ര്യത്തെപ്പറ്റിയും കഷ്ടപ്പാടിനെപ്പറ്റിയും പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണിപ്പോൾ. ജോലി പോയതോടെ അച്ഛൻ ദുരിതത്തിലായതിനെപ്പറ്റിയും അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും ചില മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെപ്പറ്റിയുമാണ് പുതിയൊരു വീഡിയോയിൽ നടൻ പറഞ്ഞിരിക്കുന്നത്. കൗമുദി മൂവീസിന് നൽകിയ റിപ്പോർട്ടിലൂടെയായിരുന്നു രസകരമായ അനുഭവകഥ നടൻ പങ്കുവച്ചത്. അച്ഛൻ്റെ ബിസിനസ്സും മറ്റു വരുമാനങ്ങളുമൊക്കെ നിലച്ച സമയമായിരുന്നു അത്. ചായക്കച്ചവടം തുടക്കം മുതൽ ഒടുക്കം വരെ നഷ്ടമായിരുന്നു. അതുപോലെ ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്ന ബിസിനസ് കയറ് കച്ചവടമായിരുന്നു. ആ ജോലി നഷ്ടമായതോടെ അച്ഛൻ്റെ വരുമാനം എന്നേക്കുമായി നിലച്ചു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഷ്ടകാലവും ആരംഭിച്ചു. അച്ഛനൊരു ചാരു കസേരയിൽ ഇങ്ങനെ ഇരിക്കും, അവസാനം വരെ അതിലങ്ങനെ കിടക്കുമായിരുന്നു. അതുപോലൊന്നും ഞാനും സൂക്ഷിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ പെങ്ങൾ മറ്റേ പുള്ളിയുടെ കൂടെ പ്രേമിച്ച് ഒളിച്ചോടിപ്പോയ സമയമാണ്. അങ്ങനൊരു ദിവസം അച്ഛൻ്റെ കൂട്ടുകാരനായ കൊച്ചുരാമൻ വീട്ടിൽ വന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരുടെ സംസാരം ഞാനും കേൾക്കുന്നുണ്ട്. അച്ഛൻ്റെ കൂട്ടുകാരൻ നോക്കുമ്പോൾ ഒരു നാരകം മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അത് നിറയെ പൂവിട്ട് നിൽക്കുകയാണ്. അതിലുണ്ടാവുന്ന നാരങ്ങയാണ് ഞങ്ങൾ അച്ചാറിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടതും അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, നാരി നടിച്ചിടം നാരകം നിന്നിടം നാരായണക്കല്ല് പറിക്കും എന്നാണ് ചൊല്ല്. കൂട്ടുകാരൻ്റെ വാക്ക് അച്ഛന് വേദവാക്യമാണ്. നാരകം നട്ടിടത്ത് പെണ്ണ് നടിക്കും. അതിനെ അങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി ഒരുപാട് നാരങ്ങ ഉണ്ടാവുന്ന ആ നാരകം വെട്ടിക്കളഞ്ഞു. ഞങ്ങൾക്കെല്ലാവർക്കും സങ്കടമായി. അമ്മ എന്നോട് പറഞ്ഞു, നിന്റെ പെങ്ങൾ ഒളിച്ചോടിപ്പോയതിന് ആ നാരകം എന്തു പിഴച്ചുവെന്ന് നിന്റെ അച്ഛനോട് പറയാൻ. അച്ഛൻ കൂട്ടുകാരൻ്റെ വാക്ക് മാത്രമേ കേട്ടുള്ളൂ. ആ നാരകം വെട്ടിക്കളഞ്ഞിട്ടും അച്ഛൻ്റെ കടമൊന്നും തീർന്നില്ല. കാരണം വരുമാനമില്ലായിരുന്നു. പട്ടിണി ഇല്ലെങ്കിലും വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇന്നുവരെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ കൂട്ടുകാരൻ വീണ്ടും വന്നപ്പോഴുണ്ട് കടപ്ലാവ് നിൽക്കുന്നത് കണ്ടു. അത് നിന്നാലും ദോഷമാണെന്നും കടം കയറി മുടിയുമെന്നും പറഞ്ഞു. അതോടെ ആ മരത്തിൻ്റെ കാര്യവും ക്ലോസ് ആയി. ഇയാൾ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭ്രാന്തായി തുടങ്ങി. കാരണം അമ്മ നട്ട മരങ്ങൾ ഓരോന്നായി മുറിച്ചു കളയുകയാണ്. എന്തായാലും കൂട്ടുകാരൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ടും അച്ഛൻ്റെ കടം മാത്രം കുറഞ്ഞില്ല.